Hello dear child, welcome to Kids Area Online. ടീച്ചറിന്റെ എല്ലാ കുട്ടികളും സുഖായിരിക്കുന്നല്ലോ? സുഖായിരിക്കുന്നു. പഠിക്കുവാൻ റെഡിയാണല്ലോ? റെഡിയാണ്. കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ പേരന്റിനോട് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ചെയ്യുമല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാം. ഇന്നു നമ്മൾ കുറച്ച് മലയാളത്തിലെ അക്ഷരങ്ങളാണ് പഠിക്കുവാനായി പോകുന്നത്. അവ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അറിയണമല്ലേ? ടീച്ചർ ഇന്ന് ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. കഥ കേൾക്കുവാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കേൾക്കുവാനായിട്ട് പോകാം അല്ലേ? ആദ്യം നമുക്ക് സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? ഏതൊക്കെയാണ്? അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ഇ, ഏ, ഐ, ഒ, ഓ, ഔ, അം, ആ. ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ? അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ഇ, ഏ, ഐ, ഒ, ഓ, ഔ, അം, ആ. എത്ര സ്വരാക്ഷരങ്ങളുണ്ട്? കൗണ്ട് ചെയ്താലോ? ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. നമ്മൾ എത്ര സ്വരാക്ഷരങ്ങൾ പഠിച്ചു? 15. 15 സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ഇനി എന്താണ് പഠിക്കേണ്ടതെന്നറിയാവോ? അടുത്ത് നമ്മൾ പഠിക്കുവാനായി പോകുന്നതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യത്തെ കുറച്ച് ലെറ്റേഴ്സ് ടീച്ചർ ഇന്ന് പറഞ്ഞു തരാം. അടുത്ത ക്ലാസ്സിന് അടുത്ത കുറച്ച് ലെറ്റേഴ്സ് പറഞ്ഞു തരാം. ഓക്കെ, റെഡിയാണോ? ഇന്നത്തെ ലെറ്റേഴ്സ് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കഥ കേൾക്കുവാനായി ഇഷ്ടമാണല്ലോ? ഇഷ്ടമാണ്. ടീച്ചർ ഒരു കുഞ്ഞു കൂട്ടുകാരനെ ഇങ്ങോട്ട് വിളിക്കുവാനായി പോവുകയാണ്. ആരാണെന്ന് അറിയാവോ? നോക്കിക്കോളൂ. ആരാ ഇത്? പൂച്ച. പൂച്ചയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു വീട്ടിൽ ഒത്തിരി പൂച്ചകളുണ്ടായിരുന്നു. അതിൽ ഒരു പൂച്ച വിചാരിച്ചു, എനിക്കെൻ്റെ ഈ കൂട്ടുകാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കണം. എങ്ങനെയാ ഒന്ന് പേടിപ്പിക്കുക? അങ്ങനെ പൂച്ച ആലോചിക്കുവാനായി തുടങ്ങി. അപ്പോൾ പൂച്ചയ്ക്ക് തോന്നി, ഞാനൊരു ടൈഗർ ആകാം. ടൈഗർ എന്ന് പറഞ്ഞാൽ കടുവയാകാം. കടുവയെ പോലെ വേഷം കെട്ടി ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കും എന്ന് ഈ പൂച്ച വിചാരിച്ചു. എങ്ങനെ കടുവയുടെ വേഷം കിട്ടും? അപ്പോഴാണ് ഈ പൂച്ച വിചാരിച്ചു,
ഈ വീട്ടിലെ കുട്ടിയുടെ കയ്യിൽ കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സ് എടുത്ത് എൻ്റെ ശരീരത്തിൽ കളർ ചെയ്ത് ഞാൻ കടുവയാകും എന്ന് ഈ പൂച്ച തീരുമാനിച്ചു. അങ്ങനെ ഈ പൂച്ച ആ കുട്ടിയുടെ മുറിയിൽ പതിയെ പതിയെ പോയി എന്തെടുത്തു? കളേഴ്സ് എടുത്തു. കളേഴ്സ് എടുത്തിട്ടോ തൻ്റെ ശരീരത്തിൽ കളർ ചെയ്യുവാൻ തുടങ്ങി. കളർ ചെയ്ത് ഈ പൂച്ച ആരായി? ടൈഗർ കുട്ടിയായി. ഒരു കടുവക്കുട്ടിയായി. കടുവയായിട്ട് മാറി. കണ്ടോ? കടുവയെ കണ്ടോ? ഇതാരാണ്? പൂച്ചയാണ്. പൂച്ച ഇപ്പോൾ ആരെപ്പോലെയാ? കടുവയെ പോലെ. കടുവ. കടുവ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം എന്താ നിങ്ങൾ പറയുന്നേ? ക. ക. കടുവ. ക. കടുവ. പറയുന്നത് പോലെ തന്നെ എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ക. കടുവയാണ്. അപ്പോൾ നോക്കിക്കോളൂ, കടുവ എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം എന്താണ്? ക. ക. കണ്ടോ? ക എന്ന അക്ഷരത്തെ കണ്ടോ? തലയുണ്ട്, വയറുണ്ട്, 2 കൈകളുണ്ട്. ഇതേതക്ഷരമാണ്? ക. ഏതാണ് ഈ അക്ഷരം? ക. കടുവയിലെ ക. ക എന്ന അക്ഷരം കണ്ടോ? കണ്ടു. ഈ പൂച്ച കടുവയായി. അപ്പോഴാണ് ഈ പൂച്ചയ്ക്ക് മനസ്സിലായത്, ഞാൻ കടുവയായി. കടുവയുടെ കയ്യിൽ എന്തുണ്ട്? കടുവയുടെ കൈകളിലും കാലുകളിലും മൂർച്ചയുള്ള നഖങ്ങളുണ്ട്. അങ്ങനെ ഈ പൂച്ച തൻ്റെ കയ്യിലും കാലിലുമൊക്കെ താൻ കഴിച്ച മീനിൻ്റെ മുള്ളുപയോഗിച്ച് നഖമുണ്ടാക്കി തൻ്റെ കയ്യിലും കാലിലും വെച്ചു. കണ്ടോ? എന്താണിത്? നഖം. നഖം. കടുവയെ പോലെയാകാൻ പൂച്ച തൻ്റെ ശരീരത്തിൽ എന്തു വെച്ചു? നഖങ്ങൾ വെച്ചു. നഖം. എന്താണ് വെച്ചത്? നഖം. നഖത്തിൽ നിന്നും ടീച്ചർ അടുത്ത അക്ഷരം പറഞ്ഞു തരാം. വാ പോലുള്ള അക്ഷരം. വായെപ്പോലുള്ള അക്ഷരം കണ്ടോ? ഏതാണ്? യെസ്, വാ പോലുള്ള അക്ഷരം. ഈ അക്ഷരത്തിന്റെ പേരറിയാവോ? ഖ. എന്താണ് ഈ അക്ഷരത്തിന്റെ പേര്? ഖ. ഖ. എന്താണ്? ഖ. ഓക്കെ. നഖത്തിലെ ഖ. ക പഠിച്ചു. അടുത്തു നമ്മൾ പഠിച്ചത് വാ പോലുള്ള അക്ഷരം. വാ എഴുതുന്നത് പോലുള്ള അക്ഷരം എന്താണ്? ഖ. വാക്ക് ഒരു റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ഖ. കടുവയുടെ നഖം. നഖത്തിലെ ഖ. മനസ്സിലായോ? അങ്ങനെ ഈ പൂച്ച കടുവയെ പോലെയായി. കയ്യിലും കാലിലും നഖം വെച്ചു. എന്നാൽ കടുവയാകുമോ? ഇല്ല. എന്നിട്ടും ഞാൻ ഇപ്പോഴും കടുവയായില്ല. ഇനി എനിക്ക് കടുവയെപ്പോലെ ശബ്ദമുണ്ടാക്കണം. അങ്ങനെ കടുവയെപ്പോലെ ശബ്ദമുണ്ടാക്കി ഈ പൂച്ച തൻ്റെ കൂട്ടുകാരെയൊക്കെ പേടിപ്പിക്കുവാൻ തുടങ്ങി. എങ്ങനെയാ ശബ്ദമുണ്ടാക്കുന്നേ? കടുവ എങ്ങനെയാ ശബ്ദമുണ്ടാക്കുന്നേ? ഗർ ഗർ എന്ന് ഈ പൂച്ച ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ പൂച്ച ഒരു കടുവയെ പോലെയായി. എന്ത് ശബ്ദമാണ് കടുവ ഉണ്ടാക്കുക? ഗർ. ഗറിൽ നിന്നും ടീച്ചർ ഒരു അക്ഷരം പറയാം. എസ് പോലുള്ള അക്ഷരം. ഇംഗ്ലീഷിൽ എസ് എന്ന ലെറ്റർ ഇല്ലേ? അതുപോലുള്ള അക്ഷരം ഇതിൽ ഏതാണ്? നിങ്ങൾ കണ്ടായിരുന്നോ? യെസ്, ഇതാണ്. ഈ അക്ഷരത്തിന്റെ പേരറിയാവോ? ഗ. ഏതാണ് ഈ അക്ഷരം? ഗ. ഗ. ഗർ. ഇംഗ്ലീഷിലെ എസ് എന്ന അക്ഷരത്തെ നമ്മൾ ചരിച്ചു വയ്ക്കുമ്പോൾ മലയാളത്തിലെ
ഗ എന്ന അക്ഷരമാകും. ഏതാണ് ഈ അക്ഷരം? ഗ. ഗർ. ഗ. ഗ. ഗർ. മനസ്സിലായോ? അങ്ങനെ പൂച്ച ആരായിട്ട് മാറി? കടുവയായി മാറി. തൻ്റെ കൂട്ടുകാരെയൊക്കെ പേടിപ്പിക്കുവാൻ തുടങ്ങി. പേടിപ്പിച്ച് അവരുടെ ആഹാരമൊക്കെ തട്ടിപ്പറിച്ച് കഴിക്കുവാനൊക്കെ തുടങ്ങി. അങ്ങനെ ഈ പൂച്ചകൾ വിചാരിച്ചു, എങ്ങനെയാ ഈ കടുവക്കുട്ടിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക? അപ്പോഴാണ് പൂച്ചക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു പൂച്ച പറഞ്ഞു, നമ്മുടെ ഈ വീട്ടിൽ ഒരു ഘടികാരമില്ലേ? ആ ഘടികാരം ഉപയോഗിച്ച് നമുക്ക് ഈ കടുവയെ പേടിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. നിങ്ങൾ ഘടികാരം കണ്ടിട്ടുണ്ടോ? ഇതാണ് ഘടികാരം, ക്ലോക്ക് പോലുള്ള ഘടികാരം. അങ്ങനെ ഈ പൂച്ചകളെല്ലാം കൂടി ഈ കടുവക്കുട്ടി വരുന്ന സ്ഥലത്ത് ഈ ഘടികാരം കൊണ്ടുവച്ചു. ഈ ഘടികാരത്തിൽ എപ്പോഴും ശബ്ദം കേൾക്കും. ടിക് 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 എന്ന് ശബ്ദം കേൾക്കും. ഒരു ദിവസം ഈ പൂച്ചക്കുട്ടി കടുവയെപ്പോലെ തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി വന്നു. ഓടി വന്നപ്പോഴോ ഗർ എന്ന് കരഞ്ഞുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എന്തിൽ നിന്നായിരുന്നു? ഘടികാരം. ഘടികാരത്തിൽ നിന്നായിരുന്നു ആ ശബ്ദം. ഘടികാരം. ഘടികാരത്തിൽ നിന്നും ടീച്ചർ ഒരക്ഷരം പറഞ്ഞു തരാം. പാ പോലുള്ള അക്ഷരം. പായും ലായും കൂടി ചേരുമ്പോഴുള്ള ഒരക്ഷരം നിങ്ങൾ കണ്ടായിരുന്നോ? ഈ അക്ഷരമാണ് ഖ. ഏതാണ് ഈ അക്ഷരം? ഖ. കണ്ടോ? പായും ലായും കൂടി ചേരുമ്പോൾ ഖ. ഏതാണ് ഈ അക്ഷരം? ഖ. അങ്ങനെ ഈ പൂച്ച ഘടികാരത്തിൻ്റെ ശബ്ദം കേട്ട് പേടിച്ചുപോയി. കടുവയായി വന്ന പൂച്ച തിരിച്ചോടി. എങ്ങനെയാ തിരിച്ചോടിയത്? ങ്യാവ് ങ്യാവ് എന്ന് കരഞ്ഞുകൊണ്ട് തിരിച്ചോടി. അപ്പോൾ ങ്യാവ്, അതിൽ നിന്നും ടീച്ചർ ഒരക്ഷരം പറഞ്ഞു തരാം. ങ. ഏതക്ഷരമാണ്? ങ. ങ. ഏതാണ് ഈ അക്ഷരം? ങ. കണ്ടോ? ത്രീ കണ്ടോ? ത്രീ പോലുള്ള അക്ഷരം ങ. ഏതാണ് ഈ അക്ഷരം? ങ. ഓക്കെ, അപ്പോൾ കഥ മനസ്സിലായല്ലോ? ഇഷ്ടായോ കഥ? ഇഷ്ടമായി. നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? ദാ നോക്കിക്കോളൂ, നമ്മൾ പഠിച്ച വാക്കുകൾ ഇവിടെയുണ്ട്. കടുവ, നഖം, ഗർ, ഘടികാരം, ങ്യാവ്. ഇത്രയും വാക്കുകളുണ്ട്. ഇതിൽ നിന്നും നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ നമുക്ക് വായിക്കാം. ക, ഖ, ഗ, ഖ, ങ. ക, ഖ, ഗ, ഖ, ങ. തലയുണ്ട്, വയറുണ്ട്, രണ്ടു കൈകളുണ്ട്. ഇതേതക്ഷരമാണ്? ക. വായിൽ റൗണ്ട് കൂടി ചേരുമ്പോൾ വരുന്ന അക്ഷരം ഏതാണ്? ഖ. യെസ് തിരിച്ചിടുമ്പോഴുള്ള അക്ഷരം ഏതാണ്? ഗ. പായും ലായും കൂടി ചേരുമ്പോൾ വരുന്ന അക്ഷരം ഏതാണ്? ഖ. 3 റായിൽ റൗണ്ട് ഇട്ട് നമ്മൾ റാ എഴുതി 3 എഴുതുമ്പോഴുള്ള അക്ഷരം ഏതാണ്? ങ. ങ. ക, ഖ, ഗ, ഖ, ങ. ടീച്ചറിന്റെ കൂടെ പറഞ്ഞോളൂ. ക, ഖ, ഗ, ഖ, ങ. ഒരിക്കൽ കൂടി പറഞ്ഞോളൂ. ക, ഖ, ഗ, ഖ, ങ. ഇനി നിങ്ങൾ പറയുക. ക, ഖ, ഗ, ഖ, ങ.
ക ഖ ഗ ഖ ങ. ഒരിക്കൽ കൂടി പറയാ. ക ഖ ഗ ഖ ങ. ക ഖ ഗ ഖ ങ. ഒരുമിച്ച് പറയാം. ക ഖ ഗ ഖ ങ. പഠിച്ചായിരുന്നോ? ടീച്ചർ ക ഖ ഗ ഖ ങ ഈ അക്ഷരങ്ങൾ എഴുതുവാനായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അക്ഷരം ഓർഡറിലാക്കുവാൻ പഠിക്കണ്ടേ? ദാ ഇവിടെ ടീച്ചർ പഠിപ്പിച്ച അക്ഷരങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? തലയുണ്ട്, വയറുണ്ട്, 2 കൈകളുണ്ട്. ക. ക കഴിഞ്ഞാൽ ഏതക്ഷരമാണ്? വാ പോലുള്ള അക്ഷരം. അതേതാണ്? ദാ ഇതാണ്. ക ഖ. ഖ കഴിഞ്ഞാൽ യെസ് ചരിച്ചു വയ്ക്കുമ്പോഴുള്ള അക്ഷരം പോലെയാണ്. ഏതാണ്? ഗ. ഏതാണ് ഈ അക്ഷരം? ഗ. ഖ ഖ ഗ. അത് കഴിഞ്ഞാൽ പായും ലായും ഒരുമിച്ച് ചേരുമ്പോഴുള്ള അക്ഷരം ഖ. ഖ. ക ഖ ഗ ഖ. അത് കഴിഞ്ഞാലോ ങ്യാവ്, പൂച്ച കരയുന്ന ശബ്ദത്തിലുള്ള ങ. അവസാനം 3 വരുന്ന അക്ഷരം ഇതാണ് ങ. ങ. ക ഖ ഗ ഖ ങ. ക ഖ ഗ ഖ ങ. അപ്പോൾ പഠിച്ചുല്ലോ. എഴുതുവാൻ പഠിക്കുവാൻ ഇതിൻ്റെ ലിങ്ക് ടീച്ചർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ പോയി കാണുക, അല്ലായെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കാണുക. എഴുതുവാനായി പഠിക്കുക. ഓക്കെ ചൈൽഡ്, ബൈ ബൈ, താങ്ക് യു.